slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാട്ടോ ഈ വീഡിയോ. അപ്പോൾ പാച്ചി ഇവിടെ ഉറക്കത്തിൻ്റെ വക്കീൽ ഉറങ്ങാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേ കിട്ടിയ സ്ഥലം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇനി രണ്ടാമത്തെ സ്റ്റേ നമ്മൾ വണ്ടി ഇരുന്നുകൊണ്ട് ഒരു സ്ഥലം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു 1 ഡേ പാക്കേജാണ്. അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളവിടെ ടെൻറ്റിലാണ് താമസിക്കാൻ പോണത്. അപ്പോൾ അവിടെ പോയിട്ട് വലിയൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് മുഴുവനായിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ വഴിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കണമല്ലോ. അപ്പോൾ ഉച്ചയ്ക്കലത്തെ ഭക്ഷണം നമുക്ക് അവരെ പാക്കേജിലില്ല. ഇന്ന് നൈറ്റ് തൊട്ട് നാളെ ഉച്ച വരെ അവരെ പാക്കേജിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ ആണ്, നല്ലൊരു ഡാമിൻ്റെ വ്യൂ ഒക്കെ ആയിട്ട് നല്ല അസൽ നാടൻ ഊണാട്ടെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല അടിപൊളി വൈബായിരുന്നു. കുറേ നേരം ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുന്നേ വന്നിട്ട് കുറേ നേരം ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുത്തു. അങ്ങോട്ടൊക്കെ പോകാനൊരു ചെറിയൊരു വഴി അതിലൂടെ പോണ പോലെ എനിക്ക് തോന്നിയിട്ട് എനിക്ക് തോന്നുന്നു അതിൽ കൂടെ ആൾക്കാർക്കൊക്കെ പോകാൻ പറ്റുമെന്ന്. എനിക്ക് ഇവിടുത്തെ സ്ഥലമൊന്നും കാര്യമായിട്ട് അറിയില്ല, പറയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഫുള്ള് വ്യൂ കാണാം. അപ്പോൾ ഇതാ നമ്മൾ ഇവിടെയാണ് കേട്ടോ നമ്മളുടെ ഈ 2nd ഡേ പാക്കേജ്. മറ്റേത് നമ്മൾ കിട്ടിയ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ നമ്മൾ വണ്ടി ഇരുന്നുകൊണ്ട് ബുക്ക് ചെയ്തൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് മൊത്തം ട്വിസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഈ ഒരു ടെൻറ്റാണ് കേട്ടോ നമ്മൾ താമസിക്കാൻ വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത്. ടെൻറ്റ് അതായത് നമുക്ക് സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട് ടെൻറ്റിൽ നിന്ന് എണിച്ച് കഴിഞ്ഞാൽ സൂര്യോദയം കാണുന്ന ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബുക്ക് ചെയ്തത്. ആ ടെൻറ്റ് തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത് കേട്ടോ, നമുക്ക് എല്ലാവർക്കും കൂടി അതായത് 2 ഫാമിലിക്ക് കിടക്കാൻ പറ്റിയ അതായത് ഒരു ഫാമിലിക്ക് ഒരു ടെൻ്റ് ആയാൽ പോലും നമുക്ക് 4 ആൾക്കൊന്നും അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റില്ല. മാത്രമല്ല കുട്ടികൾക്ക് സേഫായിട്ടുള്ളൊരു ടെൻ്റ് ഒന്നുമില്ല. ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്, നല്ല വൈബാണ്, നല്ല തണുപ്പുണ്ട് ഇവിടെ. പക്ഷെ നമ്മൾ ചെറിയ പിള്ളേരും ഒക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ ഭയങ്കര പേടിയാട്ടോ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ അവർ ബ്ലാങ്കറ്റ് അങ്ങനെ പുതപ്പ് തലാണ എല്ലാം ഉണ്ട് കേട്ടോ. അവിടെ സെറ്റാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഫാമിലിക്ക് സ്യൂട്ടബിൾ അല്ല, ബാച്ചിലേഴ്സിന് ഓക്കെയാണ്. പക്ഷെ കണ്ടില്ല അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ രാത്രി ആയാലും രാത്രി പ്രത്യേകിച്ച് വ്യൂ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ സൺറൈസ് കാണാൻ അടിപൊളിയായിരിക്കും. എൻ്റെ ആദ്യത്തെ മൂന്നാറിലേക്കുള്ള വരവാട്ടോ. തസ്ലിയൊക്കെ 2-3-4 വട്ടമൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് മൂന്നാറിലേക്ക് വരുന്നത്. പിന്നെ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഫാമിലി ആയിട്ട് നമ്മളെ വണ്ടിയിൽ തന്നെ വരുന്നത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ഇങ്ങനെ ഒരു കാഴ്ച അത് ഭയങ്കര ഒരു വൈബ് തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മളെ വീഡിയോ ആരെങ്കിലുമൊക്കെ കണ്ട് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ആക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റേ നമുക്ക് പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പാക്കേജാണ് കേട്ടോ. നമുക്ക് നൈറ്റ് സ്റ്റേയും പിന്നെ നൈറ്റ് ഫുഡ് പിന്നെ ക്യാമ്പ് ഫയർ ഒക്കെ ഉള്ളൊരു പാക്കേജാണ്. അപ്പോൾ നമ്മളെ വണ്ടിയിൽ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, 4 വീലർ വേണം. അപ്പോൾ ജീപ്പിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോണത്. ഇതൊരു മലയുടെ മേലേക്കാണ് തോന്നുന്നുണ്ട് കേട്ടോ പോണത്. എനിക്ക് കറക്റ്റ് മനസ്സിലാവണമൊന്നുമില്ല, ഭയങ്കര കടകട എന്നുള്ള ശബ്ദമൊക്കെ ആയിട്ട് അവിടെയൊക്കെ നമ്മളെ വണ്ടി പോകില്ല. അവിടെ പോകണുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്താണ് നമ്മളെ ഫുഡ്, അതായത് രാത്രിക്കാലത്തെ ഫുഡ് അവർ ആ പാക്കേജിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും അവരെ പാക്കേജിലുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ട് ഒരു മലയുടെ മേലെ കയറി വന്നിട്ടുള്ള ഒരു സ്ഥലമാണിത്. നല്ല രസം കേട്ടോ ഇവിടുത്തെ ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുറേ പേര് അങ്ങോട്ട് ഇറങ്ങി പോകണമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികളായിട്ട് പോകാൻ വലിയ ധൈര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ക്യാമ്പ് ഫയറും പിന്നെ നമ്മളെ ഫുഡും ഒക്കെ ഈ ഒരു സ്ഥലത്താണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവരെ ഇറങ്ങിപ്പോയണ്ട, ആ ഗേറ്റ് തുറന്നാൽ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാം. അപ്പോൾ നമുക്ക് നമ്മളെ ചായയുടെ സമയമായപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ചായയും പിന്നെ ബിസ്ക്കറ്റ് അങ്ങനത്തെ ചെറിയൊരു സ്നാക്സും അവർ ഈവനിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നൈറ്റ് നല്ല അടിപൊളി ഫുഡൊക്കെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈവനിങ്ങിൽ അവർ ജസ്റ്റ് ഒരു ചായയും ബിസ്ക്കറ്റുമാണ് തരുന്നത്. വേറെ കുറേ ഫാമിലീസും പിന്നെ ബാച്ചിലേഴ്സും ഒക്കെ ഈ ഒരു പാക്കേജിൽ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇനി സൂര്യാസ്തമനം കാണാൻ വേണ്ടിയിട്ട് അങ്ങ് ദൂരേക്ക് നടക്കണം കേട്ടോ. അപ്പോൾ അവിടെയുള്ളൊരു ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. നമ്മൾ നടക്കണ ആ ഒരു വഴി എന്ന് വെച്ചാൽ നല്ല രസമാണ്. ഫുള്ള് തേയിലത്തോട്ടവും കാടുകളും ഫുള്ള് നിശബ്ദം എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ. നടന്ന് കാലിൻ്റെ ഉപ്പാട് ഇളകിയിട്ട് എന്നെ കൊണ്ട് അധികം നടക്കാൻ പറ്റണില്ല. ക്ടാങ്ങൾക്കും അങ്ങനെ അധികം നടക്കാൻ പറ്റണില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളെ കൂടെയുള്ളവരൊക്കെ അങ്ങ് കയറിപ്പോയി. നമ്മൾ ജസ്റ്റ് അവിടെ സ്കിപ്പ് ചെയ്തിട്ട് അവിടെ തന്നെ നിന്നു. കുറച്ച് നേരമൊക്കെ വൈബടിച്ചിട്ട് തിരിച്ചവിടെ നിന്ന് പോന്നു. തിരിച്ച് നമ്മളെ നൈറ്റ് ഫുഡൊക്കെ കിട്ടുന്ന ആ സ്ഥലം എന്ന് പറഞ്ഞില്ല അവിടെ വന്നു. അപ്പോൾ അവിടെ തന്നെ അവർ ഇതുപോലുള്ള സ്റ്റേയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു സ്റ്റേ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല.
അങ്ങനെയാണെങ്കിൽ ഇവിടെ എടുക്കരുത്. ഇത് കുഴപ്പമില്ല, ഫാമിലീസിന് ഓക്കെയാണ്. പക്ഷെ എന്നാലും ബാത്റൂം കാര്യങ്ങളൊക്കെ വിഷയം തന്നെയാണ്. ബാത്റൂമൊക്കെ കോമൺ ബാത്റൂമാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ താമസിക്കാൻ കുറേ ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കൂടുതലും ബാച്ചിലേഴ്സാണ്. അതുകൊണ്ട് തന്നെ ബാത്റൂമിൻ്റെ കാര്യം ഭയങ്കര വിഷയമാണ്. കാര്യം ലേഡീസിനും ജെൻസിനും വേറെ വേറെ ടോയ്ലറ്റൊക്കെ ആണെങ്കിലും നമുക്ക് അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. പേഴ്സണൽ ഒരു റൂമാകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ, കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ്. രാത്രി നല്ല രസമായിരുന്നു കേട്ടോ. അടിപൊളി പാട്ടൊക്കെ ഇട്ട് അടിപൊളി ഡാൻസൊക്കെ ആയിരുന്നു. അപ്പോൾ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നതുകൊണ്ട് പാട്ടൊന്നും നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു ടീംസ് ഉണ്ടായിരുന്നു, ചെറിയ പിള്ളേരല്ല, ബാച്ചിലേഴ്സിൻ്റെ ഒരു ടീംസ് ഉണ്ടായിരുന്നു. അവരുടെ ഡാൻസ് നല്ല രസമായിരുന്നു. നല്ല ശരിക്കും സ്റ്റെപ്പൊക്കെ അറിയുന്നത്. അപ്പോൾ ഈ സൈഡിൽ കാണുന്നത് അവരുടെ ഡാൻസാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടാൽ മനസ്സിലാവും, നല്ല അടിപൊളി ഡാൻസായിരുന്നു. നമ്മളിതിൻ്റെ താഴെയാണ് കേട്ടോ താമസിക്കുന്നത്. ഇതൊരു കുന്ന് കയറി വന്ന സ്ഥലമാണല്ലോ, ഇതിൻ്റെ താഴെ പോയിട്ടാണ് നമ്മൾ താമസിക്കുന്നത്. ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ഒരു അൽഫാം, ചപ്പാത്തി, നെയ്ച്ചോറ് അങ്ങനെ കുറച്ച് ഫുഡ് ഐറ്റംസാണ് കേട്ടോ അവർ ഇവിടെ പ്രൊവൈഡ് ചെയ്തത്. അടിപൊളി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ്. അവർ തന്നെ ഇവിടെ ഉണ്ടാക്കേണ്ട, നമ്മളിവിടെ കളിക്കുന്ന ടൈമിലൊക്കെ അവരവിടെ ഉണ്ടാക്കണം, നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. കുഴപ്പമില്ലാത്ത പാക്കേജ് ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.